ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. രാജസ്ഥാനിൽ അജ്മീറിൽ മഴയിൽ വീട് തകർന്നു വീണു. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ജിഷ്ണു, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉത്തരേന്ത്യയിൽ കനത്ത മഴയാണ്. പ്രത്യേകിച്ചും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴക്കെടുതിയും ഉണ്ടായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ ഈ മഴക്കെടുതികളും ഒപ്പം ഈ മഴ ബാധിച്ചുള്ള പ്രദേശങ്ങളിലെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ഭീതിപ്പെടുത്തുന്നതുമാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു അവസ്ഥ എന്താണ്? അശ്വതി, ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. നിലവിൽ ഡൽഹിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ഡൽഹിയിൽ രോഹിണിയിൽ കെട്ടിടം തകർന്നു വീണിരുന്നു. അവിടെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടി തുടരുകയാണ്. ഇതുവരെ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി രാജസ്ഥാനിൽ അജ്മീറിൽ വീട് തകർന്നു വീണ കുടുംബത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അവിടെയും മറ്റു മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വിവിധ മേഖലകളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതായത് ഉയർന്ന മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടമായിരുന്നു ചെനാബ് താഴ്വരയിൽ ഉണ്ടായിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 16 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഈ മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുണ്ട്. 14 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും ഇടവിട്ട് തുടരുന്ന കനത്ത മഴ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമെല്ലാം വലിയ തിരിച്ചടിയാണ്. ഒപ്പം ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന ഈ മേഖലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. നിർത്താതെ പെയ്ത മഴ ഡൽഹി നഗരത്തിന്റെ പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്. കൂടാതെ മഹാരാഷ്ട്ര മേഖലയിൽ ഇപ്പോൾ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കനത്ത മഴയാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ തുടരുന്നത്. അവിടെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ്. കൂടാതെ ആ മേഖലയിൽ റെയിൽവേ പാളങ്ങൾ പോലും വെള്ളത്തിനടിയിലായത് രാജ്യത്തെ റെയിൽ ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തേണ്ടിയിരുന്ന നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും 10 മുതൽ 18 വരെ മണിക്കൂർ വൈകിയാണ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി, സൂറത്ത് തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ വ്യോമഗതാഗതത്തെയും സാരമായി തന്നെ പ്രതികൂല കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ സമയം വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 14 മരണമാണ് മഴക്കെടുതിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത 7 ദിവസം കൂടി മഴ തുടരുമെന്നും അടുത്ത 24 മണിക്കൂർ കാറ്റോട് കൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് മഹാരാഷ്ട്രയിലും ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അശ്വതി. ശരി ജിഷ്ണു, എന്തായാലും ഉത്തരേന്ത്യയിലും മഴക്കെടുതി രൂക്ഷമാണ്. മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനുകളൊക്കെ വഴിതിരിച്ചു വിടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഉത്തരേന്ത്യയിലും നൽകിയിട്ടുള്ളത്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.